ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് എവിടെ കൂടിയാലും TG മോഹൻ സാറിന് അവരെ ബലാത്സംഗം ചെയ്യണം. എന്ത് സൂക്കേടാ നോക്ക്. എടോ മണ്ടം കണാര, നിങ്ങൾ തന്നെയാണ് നാട് മൊത്തം നടന്ന് ഉള്ള കാപ്പ ക്രിമിനൽസിനെയും റേപ്പിസ്റ്റുകളെയും പിടിച്ച് സത്യപ്രതിജ്ഞ നടത്തി ജനങ്ങളെ അരോചകത്തിലേക്ക് തള്ളിവിട്ടത്. അതിനെല്ലാം കൂടി ഇവിടുത്തെ യുവജനങ്ങൾ തന്ന നല്ല ചുട്ട മറുപടിയാണിത്. അത് പറയാതെ സ്റ്റുഡൻസ് ബലാത്സംഗം ചെയ്യാൻ പോയതാന്ന് പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് സമ്മതിക്കണം. ഒരു ലേശ ഉളുപ്പുമാണ് അതിനൊക്കെ. മനസ്സിലാക്കുക, ഈ ശാഖയെ പോണ എല്ലാവരുടെയും മനോഭാവം ഇത് തന്നെയാണ്. അന്യ മതസ്ഥരെ, അന്യ ജാതിക്കാരെ എല്ലാരെയും ബലാത്സംഗം ചെയ്യാന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇവന്മാർക്ക്. മൂത്ത് നരച്ചാലും സൂക്കേടിനൊന്നും ഒരു കുറവുമില്ല. നാടിന്റെ നല്ലതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയ സ്റ്റുഡൻസിനെയാണ് ഇവന്മാര് പറയുന്നത് ബലാത്സംഗം ചെയ്യാൻ പോയവരെന്ന്. അപ്പൊ ആയിരക്കണക്കിന് കുടുംബങ്ങളെ അനാഥരാക്കിയ BJP ഗവൺമെന്റിനെ നമ്മൾ ജനങ്ങൾ എന്തെന്ന് വിളിക്കണം? നമ്മുടെയൊക്കെ മക്കളെ ഇതുപോലെ മാനവും മര്യാദയില്ലാതെ അപമാനിച്ച് പറയുന്ന ഇവനെ പോലുള്ള നികൃഷ്ട ജന്തുക്കളെയൊക്കെ എന്ത് ചെയ്യണം?